നേരത്തെ ടെറസുമെന്ന് പൊട്ടിച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഒരെണ്ണം എൻ്റെ വൈഫ് കഴിച്ചു കഴിഞ്ഞു. ഇത് ശരിക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കണ പോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്ന് വളരെ സോഫ്റ്റ് ആണ്. ഒരു സ്പൂൺ ഉപയോഗിച്ചത് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല നല്ല സ്വീറ്റ് ആണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതണ്ട, ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല സ്വീറ്റുമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പലപ്പോഴും ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ പല വീഡിയോസിലും ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് മധുരമൊന്നുമില്ല, വീട്ടിൽ വെച്ചിട്ടൊരു കാര്യമില്ല, സ്ഥലം വെറുതെ വേസ്റ്റ് ചെയ്യാന്നുള്ളൂ, അത് മുള്ളുകളാണ്. അത് ശരിയാണ്, ചെടിയുമ്പോൾ ഭയങ്കരമായിട്ട് മുള്ളുണ്ട്, നമുക്ക് ചെടീനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമല്ല. പക്ഷെ എന്നിരുന്നാലും ആ മുള്ള് ഒക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഫ്രൂട്ട് കഴിക്കുമ്പോൾ മാറിക്കിട്ടും. അതിൽ നല്ല മധുരമുള്ള ഫ്രൂട്ട് സെലക്ട് ചെയ്യണം. ഇതിനൊരു പിങ്ക് കളറാണ്. ഇതിപ്പോൾ എൻ്റെ വൈറ്റ് ടീഷർട്ടുമൊക്കെ പിങ്ക് കളറായിട്ട് ഇത് കറയുണ്ടോന്ന് അറിയില്ല. ബട്ട് എനിവേ ഇത് ഇതാണ്ട, ഇതിൽ ജ്യൂസ് അടക്കം ഇങ്ങനെ സ്കൂപ്പ് ചെയ്യുമ്പോൾ ജ്യൂസ് അടക്കം വരണേ. എൻ്റെ ഉള്ളിൽ ഇതാണ്ട, ഇതിങ്ങനെ ഈ ജ്യൂസ് അടക്കമാണ് വരിക. ഇതുപോലെ ഇപ്പോൾ ഇത് ഫുള്ള് കഴിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ ബൗളിൻ്റെ ഉള്ളിൽ നിന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണ പോലെ ഫുള്ളായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഈ തൊലി മാത്രം നിൽക്കുള്ളൂ, അത് മുഴുവൻ നമുക്ക് എടുക്കാം. വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ നെറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈൽഡ്ലി സ്വീറ്റ്, അത്ര സ്വീറ്റ് അല്ലാന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് കഴിച്ചപ്പോൾ എൻ്റെ ചേച്ചിയുടെ കുട്ടികൾ വന്നപ്പോഴാണ് ഞാനിത് പൊട്ടിച്ചു. 4 പൊട്ടിച്ചു, അതിൽ 2 അവർ കഴിച്ചു, 2 ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ അത് സ്വീറ്റ് ആണെന്നുള്ള കാര്യം പറയും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ സ്വീറ്റ് അല്ലാത്ത വെറൈറ്റികളുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ യൂട്യൂബിൽ അങ്ങനെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ സാധനം വൈറ്റമിൻ സി ഡ്രാഗൺ ഫ്രൂട്ടിൽ നന്നായിട്ടുണ്ട്, മഗ്നീഷ്യം, പിന്നെ അതുപോലെ മറ്റേ ഫ്രൂട്ട്സിലുള്ള പോലെ തന്നെയുള്ള ആൻറ്റി ഓക്സിഡൻസും. ഇത് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്. എന്താ പറയുക, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, കഴിക്കാനായിട്ട് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. വീട്ടിൽ ഇപ്പം ഞാൻ ഈ ഇതിൻ്റെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ചട്ടിയിൽ വെറുതെ വെച്ചിട്ട് ബാൽക്കണിയിലാണ് അതിൻ്റെ റെയിലിംഗിലേക്ക് കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ശരിക്കും കമേഴ്സിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം, ഒന്നില്ലെങ്കിൽ ഒരു ഇതിൻ്റെ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൻ്റെ ഇതിലുള്ള ഒരു പില്ലറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അയൺ റോഡുമേ ഒരു ടയറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിക്കൂടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റെമ്മ് ആ തണ്ടുകൾ താഴ്ത്തിക്ക് ഇടുമ്പോഴാണ് അത് ശരിയാണ്, താഴ്ത്തിക്കുള്ളമയാണ് ഫ്രൂട്ട് ഉണ്ടാവുക. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതുപോലെ ബാൽക്കണിയിൽ ഉണ്ടായിട്ട് ഒരു 2-3 തണ്ടുകളാണ് ഞാൻ ബാൽക്കണി മോടെ താഴ്ത്തിക്ക് ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള അധികം ഉണ്ടാവുന്നത് മറ്റുള്ള തണ്ടുകളുമാണ്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ അത്ര വലിയൊരു തിയറിയൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ആ വളർത്തേണ്ട രീതികൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു.